ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു എവിക്ഷൻ നോമിനേഷൻ നടക്കുന്നത് കേട്ടോ. നാളത്തെ ലൈവിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എവിക്ഷൻ നോമിനേഷൻ. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ആര് വേണമെങ്കിലും നോമിനേറ്റഡ് ആയേക്കാം. അത്തരമൊരു നോമിനേഷൻ പ്രക്രിയയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നാളത്തെ ലൈവിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് എവിക്ഷൻ നോമിനേഷൻ. നാളെ നേരത്തെ തന്നെ എവിക്ഷൻ നോമിനേഷൻ നടക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വരാനുള്ളതാണ്. അതിനു മുമ്പായി തന്നെ എവിക്ഷൻ നോമിനേഷൻ നടക്കണമല്ലോ. എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരുത്തുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട്, ഇപ്പോഴല്ല നോമിനേഷൻ ചെയ്യുന്നത്, എനിക്ക് തോന്നുമ്പോൾ വിളിക്കും, ആ സമയത്ത് നിങ്ങളുടെ നോമിനേഷൻ അറിയിക്കാം. ഒരുപക്ഷെ ഒരു കിച്ചണിലായിരിക്കാം, ഒരുപക്ഷെ ഒരു റൂമിലായിരിക്കാം, ഗാർഡൻ ഏരിയയിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആയിരിക്കാം. എന്നാൽ ബിഗ് ബോസിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചും പാത്തും കളിയാണ് അനുമോള്. ഒളിച്ചൊക്കെ നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. എത്രയൊക്കെ ഒളിച്ചാലും 10-72 ക്യാമറകളുണ്ട്, പൊക്കാതിരിക്കുമോ? എപ്പോഴായാലും നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആര്യനൊക്കെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, എന്നെങ്ങാനും ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട്. ചേട്ടച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കാണാം. പിന്നെ അനുമോൾ ആരും കാണാതെ ആ കോർണറിൽ സോഫയിൽ പോയിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് പൊക്കുന്നത്. കുറേ തവണ അവിടെ ഇവിടെ ഒളിച്ചും പാത്തൊക്കെ നിന്നു, പക്ഷെ ബിഗ് ബോസ് കൈയോടെ പൊക്കിയിട്ടുണ്ട്. എന്നാൽ അനുമോൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് വന്നിരിക്കുകയാണ് ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് അറിയാനായിട്ട്. നിവിൻ എനിക്ക് തോന്നുന്നു PR എന്നൊരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനുമോളെ ആയിരിക്കാം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. ഷാനവാസ് എത്തും, അനുമോൾ എത്തും, നിവിനെത്തും, ആര്യനെത്തും. ഇവരെന്തായാലും നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. ബാക്കി ആരൊക്കെ എത്തും എന്നുള്ളത് നമുക്ക് നാളത്തെ ലൈവ് കണ്ട് തന്നെ അറിയാം. എന്തായാലും ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആട്ടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.